നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നവംബർ 20-ാം തീയതി ഹോം സെക്രട്ടറി ഗവൺമെന്റിന് സമർപ്പിച്ച പ്രപ്പോസൽ പ്രകാരം PR 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്കും ചില കാറ്റഗറിയിലുള്ളവർക്ക് 10ഉം 30ഉം വർഷമാകുന്നതിന്റെ ഭാഗമായി ILR പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും കിട്ടുക. ഇതൊരു പ്രപ്പോസൽ മാത്രമാണ്. ഇതിനു മുൻപ് ഞാനിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇത് നിയമമാവാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് പബ്ലിക് കൺസൾട്ടേഷൻ ഭാഗമാവുക എന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആർക്കൊക്കെ അത് ചെയ്യാമെന്നും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമ്മുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജവഹർ ബാബുവാണ്. ആർക്കൊക്കെയാണ് പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റൂട്ടിൽ നിന്നും സെറ്റിൽമെന്റ് പ്രതീക്ഷിക്കുന്നവരോ കമ്പനിയോ ഓൾറെഡി UK-യിൽ സെറ്റിൽ ആയവരോ ആർക്ക് വേണമെങ്കിലും പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുക്കാം. ഏണ്ട് സെറ്റിൽമെന്റ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് അതിലുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ ഈ പബ്ലിക് കൺസൾട്ടേഷൻ ലിങ്കിൽ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും നൽകാം. സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ളവർ അത് ഫില്ല് ചെയ്യുമ്പോൾ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ യുണീക്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ആപ്ലിക്കേഷനിൽ പൂർണ്ണമായും കൊടുക്കേണ്ടത്. use your merit to complete the application carefully and wisely.